മലയാള സിനിമയിലേക്കാണ്. തിയേറ്ററിൽ ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഒരു സമയം കഴിഞ്ഞ് പിന്നീട് അത് OTT-യിൽ വരുന്നുണ്ട്. OTT-യിലും തിയേറ്ററിലുമൊക്കെ മികച്ച കാഴ്ചക്കാരെ മലയാള സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ പറയാൻ പോകുന്ന വിഷയം, മലയാള സിനിമയിൽ തിയേറ്ററിൽ ഒരു സിനിമ റിലീസ് ചെയ്തതിന് ശേഷം പിന്നീട് അത് OTT-യിലേക്ക് വരുമ്പോൾ അതിനെ ഒരു പോസ്റ്റ്മോർട്ടം പോലെ അതിനെ ഇഴകീറി പരിശോധിക്കുന്ന ഒരു ട്രെൻഡ് ഈ അടുത്ത കാലത്തായി നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ്. തീർച്ചയായും അത് പ്രേക്ഷകരുടെ അവകാശമാണ്. അവരൊരു സിനിമ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ വിമർശിക്കാനും അതിനെക്കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യാനൊക്കെയുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം സിനിമ തിയേറ്ററിൽ വന്നിരുന്നു. അതിനുശേഷം ഈ സിനിമ OTT-യിൽ വന്നപ്പോഴാണ് ഏറ്റവും കൂടുതൽ ട്രോളുകളും അതിനെപ്പറ്റിയുള്ള വിമർശനക്കുറിപ്പുകൾക്കും ഉണ്ടായത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്രിഞ്ച് സിനിമയാണോ? സിനിമ കണ്ടിരുന്നോ? കണ്ടു. ഞാൻ വളരെ വേഗത്തിൽ കണ്ടു തീർത്ത ഒരു സിനിമയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾക്ക് തിയേറ്ററിലും ഒപ്പം ഒരു പേഴ്സണൽ സ്പേസിലിരുന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഈ ആസ്വാദന മാറ്റം എന്നത് കുറച്ച് ആഴത്തിൽ നമ്മൾ പഠിച്ച് പറയേണ്ട വിഷയമാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കുറേ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം രോമാഞ്ചം സിനിമ തിയേറ്ററിൽ വലിയ തോതിൽ ഹിറ്റായ സിനിമയാണ്. അത് പിന്നീട് OTT-യിൽ വന്നപ്പോഴും ഭയങ്കരമായ നെഗറ്റീവ്സ് ഉണ്ടായില്ല, പക്ഷേ അതിനെക്കുറിച്ച് ഭയങ്കരമായ ഡിസക്ഷൻസ് ഉണ്ടായി. ഇതിങ്ങനെ ഈ തമാശ കണ്ട് ഞങ്ങൾക്ക് ചിരി വന്നില്ല എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ, ഒരു ജനറേഷനെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഡിയർ ഫ്രണ്ട് എന്നൊരു സിനിമ വന്നല്ലോ. ആ സിനിമ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ വലിയ വിജയമായൊരു സിനിമയല്ല. എന്നാൽ അത് OTT-യിൽ വന്ന സമയത്ത് രോമാഞ്ചം ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ അത് വൻ വിജയമായിരുന്നു. പക്ഷേ OTT-യിൽ വന്നപ്പം ഒരുപാട് ചീത്തവിളികൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഡിയർ ഫ്രണ്ടിൻ്റെ കാര്യത്തിലും സംഭവിച്ചെന്താണ് ഇതാണ്. ഡിയർ ഫ്രണ്ട് നേരെ തിരിച്ചാണ്. തിയേറ്ററിൽ പടം ഫ്ലോപ്പായിരുന്നു, പക്ഷേ അത് OTT-യിൽ വന്നപ്പോൾ ആളുകൾ ഭയങ്കരമായി സ്വീകരിക്കുന്ന നിലയുണ്ടായി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചാൽ, എനിക്ക് വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ കാര്യത്തിൽ വലിയ അത്ഭുതം സീരിയസ്ലി തോന്നുന്നില്ല. എനിക്ക് ആ പടം അങ്ങനെ റിലേറ്റ് ചെയ്തൊരു പടമല്ല. എന്ന് വെച്ചാൽ ദിനേശ് ശ്രീനിവാസൻ ഉണ്ടാക്കുന്ന എല്ലാ പടവും മോശമാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യപ്പെടാത്ത ആളാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം ഒട്ടും അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തവരാണ് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഫ്രം ദ വെരി ബിഗിനിങ് ടു ദ എൻഡ് എനിക്കത് ആ പടം അങ്ങനെ വർക്കാവുകയോ അത് മുഴുവനായിരുന്നു കാണണമെന്നും തോന്നിയ ഒരു സിനിമയല്ല. അതിലെനിക്ക് അത്ഭുതമുണ്ട്. എന്തുകൊണ്ടാണ് സിനിമ തിയേറ്ററിൽ ഇങ്ങനെ ആഘോഷിക്കപ്പെട്ടത്? ഇപ്പോൾ ഇവിടുത്തെ വലിയ കൊടികെട്ടിയ റിവ്യൂവേഴ്സ് പോലും അത് ഗംഭീര പടമാണെന്നും ആ പടത്തിന് നമ്മൾ 10-9 മാർക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ അഭിപ്രായം പറഞ്ഞവരെ കണ്ടു. ഇങ്ങനെയാണ് അവർക്ക് അഭിപ്രായം പറയാൻ പറ്റിയതെന്ന് എനിക്ക് വല്ലാത്ത കൗതുകമുണ്ട്. ആളുകൾക്കൊരു പക്ഷേ തിയേറ്ററിൻ്റെ ഒരു ആവേശത്തിൽ നമുക്കിരുന്ന് കാണുമ്പോൾ, തിയേറ്ററിൻ്റെ ഒരു ബഹളത്തിൽ, ഒരു ചിരിയിൽ കാണുമ്പോൾ, നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് പടം കണ്ടു തീർക്കുമ്പോൾ ആ ഒരു മൂഡിനൊപ്പിച്ച് നമുക്ക് ചിലപ്പോൾ രസമായിട്ട് തോന്നും. പിന്നീട് നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് കാണുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ സിനിമ കാണാനും വിശദാംശങ്ങൾ പരിശോധിക്കാനൊക്കെ തോന്നുമ്പോഴായിരിക്കും ഒരു പക്ഷേ അതിനകത്ത് കുറേ ക്രിഞ്ച് എലമെൻറ്റ്സ് കണ്ടെടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഏറ്റവും ഞാൻ അവസാനം കണ്ട പടം ഗുരുവായൂർ അമ്പലനടയിലാണ്. ആ പടം തിയേറ്ററിൽ വലിയ ഹിറ്റായ സിനിമയാണ്. പക്ഷേ എനിക്കതിലെ തമാശകളെ ഭയങ്കരമായി റിലേറ്റ് ആയില്ല കേട്ടോ. സീരിയസ്ലി എനിക്ക് അതിൻ്റെ അവസാന ഭാവമൊക്കെ ആയപ്പോൾ പ്രിയദർശൻ എന്നൊക്കെ പറഞ്ഞ സംവിധായകനെ നമ്മൾ എന്തുമാത്രം വാല്യൂ ചെയ്യുന്നു എന്ന് തോന്നിയതാണ്. കാരണം ഒരു പ്രിയദർശൻ്റെയൊക്കെ ഒരു ഇടക്കാലത്തെ സിനിമകൾ ആ ക്ലൈമാക്സിൽ ഒരുപാട് ഫാക്ടേഴ്സ് കൊണ്ടുവന്നിട്ട് അതിനെ ഒരു സ്പേസിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമുണ്ട്. അത് കാണുമ്പോഴാണ് പ്രിയദർശനൊക്കെ ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ ആ ഒരു പ്രിയദർശൻ സിനിമയുടെ ഒരു കുറച്ചുകൂടെ ലൈറ്റ് വേർഷൻ, അതിൻ്റെ വിജയിക്കാത്ത ആ നിലയ്ക്ക് ഒരു സക്സസ്ഫുൾ ആവാത്ത ഒരു ക്ലൈമാക്സ് എന്നൊക്കെയാണ് എനിക്ക് അതിനെക്കുറിച്ച് തോന്നിയത്. പക്ഷേ ആ സിനിമ തിയേറ്ററിൽ ആളുകൾക്ക് ഭയങ്കരമായി ചിരിക്കുകയും അതിനെ ആസ്വദിക്കുകയും അതിനുവേണ്ടി കൈയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് OTT-യിൽ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചും ആളുകൾ പലതരത്തിലുള്ള വിശകലനങ്ങളും ചില നെഗറ്റീവ്സൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, തിയേറ്ററിൻ്റെ ഒരു ആവേശത്തിലിരുന്ന ആളുകൾ സിനിമ കാണുന്നു, പിന്നീട് അത് ആളുകളുടെ ഒരു ഒറ്റയ്ക്കിരുന്ന് ഡീറ്റെയിലായി കാണാൻ തോന്നുമ്പോൾ ആളുകൾക്ക് തോന്നുന്ന പേഴ്സണൽ എക്സ്പീരിയൻസ്, പല സംഗതികളായിട്ടുള്ള റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതും റിലേറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഘടകങ്ങൾ, ഇവയെല്ലാം കൂടി ചേർന്ന് വന്നിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമായിരിക്കും എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് തോന്നുന്നത്. ഈ പിൻഗാമി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട് സത്യനന്ദിക്കാട്. പിൻഗാമി ഞാൻ ഓർക്കുന്നുണ്ട്. ആ സിനിമ തിയേറ്ററിൽ അത്ര വിജയിച്ച സിനിമയല്ല, അങ്ങനെ വലിയ റണ്ണിങ് സിനിമയല്ല. പക്ഷേ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഏറ്റവും കൂടുതൽ കണ്ട സിനിമകളിലൊന്ന് പിൻഗാമിയാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അത് വലിയൊരു അസാധാരണ സിനിമയോ അസാധാരണമായ സിനിമയായിട്ടൊന്നുമല്ല. ആ സിനിമയുടെ സ്ക്രിപ്റ്റ് ഭയങ്കര രസമാണ്. രസം എന്ന് വെച്ചാൽ നമ്മളെ വീണ്ടും വീണ്ടും കാണാൻ പ്രേരിപ്പിക്കുന്ന, നിരന്തരം കാണാൻ പ്രേരിപ്പിക്കുന്ന സ്ക്രിപ്റ്റാണ്. അത് രഘുനാഥ് പലേരിയുടെയാണ്. രഘുനാഥ് പലേരിയുടെ പല സ്ക്രിപ്റ്റും അങ്ങനെ തന്നെയാണ്. ദേവദൂതൻ, അങ്ങനെയുള്ള കുറേ സിനിമകളുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും ഈ പിൻഗാമി തന്നെ പിന്നീട് ഒരു കൾട്ട് ക്ലാസിക്കായിട്ട് മാറിയിട്ടുണ്ട്. അതിനുശേഷം അത് ഇപ്പം എന്നെ പോലെ തന്നെ അത് നിരന്തരം കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. ദേവദൂതൻ ഇതുപോലെ തന്നെ തിയേറ്ററിൽ പൊളിഞ്ഞ വീടാണ്.
പക്ഷെ പിന്നീട് അത് കൾട്ട് ക്ലാസിക്കായിട്ട് ഒരുപാട് പേര് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളുടെ പട്ടികയിൽ വരുന്ന ഒരു സിനിമയാണ്. ഇങ്ങനെ കുറേ സിനിമകളുണ്ട്. അപ്പോൾ തിയേറ്ററിൽ ചിലപ്പോൾ ആ സിനിമ എന്താവില്ല, ആളുകൾക്ക് കണക്റ്റ് ആവില്ല. പക്ഷേ പിന്നീട് ടെലിവിഷനിലോ CD ഒക്കെ ഇട്ട് കാണുമ്പോഴേക്കും ആളുകൾ കണക്റ്റ് ആവുക. അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുക. ഇപ്പോൾ പ്രേമലു സിനിമ എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ ഞാൻ 2 പ്രാവശ്യം അത് കണ്ടു. 2 പ്രാവശ്യം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ് പ്രേമലു. പക്ഷെ ഞാനത് പിന്നീട് മൊബൈലിൽ കാണാൻ നോക്കുമ്പോൾ എനിക്ക് അത്ര രസമായിട്ട് തോന്നുന്നില്ല. കണ്ടല്ലോ, ഭയങ്കരമായിട്ട് ക്രിഞ്ച് അടിക്കുന്നുണ്ട്. ചില തിയേറ്ററിൽ കാണുമ്പോൾ ഒരു പെർഫോമൻസ് ലെവൽ അതിൻ്റെ ആക്ടേഴ്സിൻ്റെ ഭാഗത്ത് പോലും ഉണ്ടാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സ്ക്രിപ്റ്റിൽ ചില പാലിച്ചിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ട് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ തിയേറ്ററിൽ കാണുമ്പോൾ പോലും മോശമായ ചില സിനിമകൾ കോടികൾ അടിക്കുന്ന ഒരു കാലമാണിത്. അതെങ്ങനെ സംഭവിക്കുന്നതാണ് യഥാർത്ഥ പ്രശ്നം. തിയേറ്ററിൽ തന്നെ ആളുകൾ ചീത്ത പറഞ്ഞ കാര്യങ്ങൾ, ഇതെന്ത് സിനിമയാണെന്ന് ചോദിച്ച കാര്യങ്ങൾ 100-150 കോടിയൊക്കെ നേടുന്നൊരു കാലമുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ നമ്മൾ റിവ്യൂ ബോംബിങ്ങിനെ പറ്റി പറയുമായിരുന്നല്ലോ. റിവ്യൂ ബോംബിങ് വഴി സിനിമകൾ ഡിഗ്രേഡ് ചെയ്യുകയാണ്, അതുവഴി ഇൻഡസ്ട്രിയെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ PR ബോംബിങ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് സാധാരണ സിനിമാ പ്രേക്ഷകന് ഒരു തരത്തിലും കണക്ട് ചെയ്യാത്ത സിനിമകളെയൊക്കെ ഈ പറയുന്ന സെലിബ്രിറ്റി റിവ്യൂവേഴ്സ് ഭയങ്കര അപാര ബ്രഹ്മാണ്ഡ സിനിമയാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടാകാം. അപ്പോൾ ഈ ഒരേ വാളുകൊണ്ട് തന്നെ 2 പണിയും നടക്കുന്നുണ്ട്, സംഹാരവും വളർത്തലും. ഇതിന്റെ ട്രോള് മനസ്സിലാകാൻ വേണ്ടിയിട്ട് സിനിമ കണ്ട ആൾക്കാരെ എനിക്കറിയാം. അല്ല, ഇത് ചില സിനിമകൾ നമ്മളങ്ങനെ സ്പൂഫ് മൂവിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ രസിക്കും. അത് ചിലപ്പോൾ ക്രിഞ്ചായിരിക്കും. പക്ഷേ നമ്മളിതൊരു സ്പൂഫ് മൂവിയാണ് എന്ന് കരുതി ഈ പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അങ്ങനെ ഇച്ചിരി കണ്ടുപോക്കിയതാണ്. അപ്പോൾ എനിക്കത് അങ്ങനെ ആ ഒരു കാഴ്ചപ്പാട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട്. ആ വിഗും താടിയും ധ്യാനെയും പ്രണവിനെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ രസമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പക്ഷെ അല്ലാത്ത പക്ഷെ അതിങ്ങനെ ഒരു വലിയ സിനിമയാണെന്നൊക്കെ റിവ്യൂർ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ PR ബോംബിങ് ഇല്ല എന്നൊരു സംശയം എനിക്കുണ്ട്. അല്ല, നോർമലി ആ സിനിമ കണ്ടിട്ട് അശ്വന്തൊക്കെ ധ്യാനിന് വയ്യ എന്ന് പറയേണ്ടതാണ്, പക്ഷെ പറഞ്ഞില്ല. അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യം. അതാണപ്പോൾ മലയാള സിനിമ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് വളരുന്ന ഒരു ഘട്ടം കൂടിയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഇത്തരം ചർച്ചകളും അവലോകനങ്ങളും ഒക്കെ വരുന്നത് നല്ലതാണ്. എന്താണെങ്കിലും നല്ല സിനിമകൾ ഇനി വരട്ടെ, അതൊക്കെ ആസ്വദിക്കാൻ നമുക്ക് കഴിയട്ടെ. ഔട്ട് ഓഫ് ഫോക്കസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.